മലപ്പുറം ജില്ലയിലേക്ക് പോയാൽ തിരൂർ മലപ്പുറം റോഡിൽ വയലത്തൂർ വരെ 5 കിലോമീറ്റർ റോഡ് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുകയാണ്. റോഡേതാ തോടേതാ കുഴിയേതാ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചിരുന്ന കാലം ആ ദൂരം കടക്കണമെങ്കിൽ ഇപ്പം മിനിമം അരമണിക്കൂറാണ് എടുക്കുക. അവിടെ ഒന്ന് സമീർ ബിൻ കരീം ചേരുന്നു. തിരൂർ മലപ്പുറം പാതയിൽ തിരൂർ മുതൽ വയലത്തൂർ വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്താണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വയലത്തൂരിനടുത്ത് നെല്ലിക്കാട് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ ഗർത്തമാണ് ഈ റോട്ടിൽ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഈ ടാറിട്ട ഭാഗത്തിന് താഴ്ഭാഗത്തുകൂടി പോവുകയായിരുന്ന ഈ നേരത്തെ സ്ഥാപിച്ചിരിക്കുന്ന ഈ കമ്പിയെല്ലാം തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ ഒരു ഗർത്തവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി ഇതേ സ്ഥിതിയാണ് ഈ റോഡിന് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് അതോടൊപ്പം തന്നെ കോട്ടക്കലുള്ള ആശുപത്രിയിലൊക്കെ തന്നെ പോകേണ്ടതും ഈ ദൂരം താണ്ടിയാണ്. ഇപ്പോൾ യാത്രക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് റോഡ്? എങ്ങനെയുണ്ട്? അത് വളരെ മോശമാണ്. കുറേ കാലമായി ഈ തലക്കടത്തൂർ വയലത്തൂർ റോഡ് മോശമായിട്ട് കുറേ കാലമായിക്കണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് നാളുകളായി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. തിരൂരിൽ നിന്നും വലിയ അത്യാസന്ന നിലയിലുള്ള രോഗികളുമായൊക്കെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോട്ടക്കലുള്ള ആശുപത്രിയിലേക്കും ഒക്കെ തന്നെ ഈ പോകുന്ന വാഹനങ്ങൾ ഇതുവഴി വേണം കടന്നു പോകാൻ. ഇപ്പോൾ ബസ്സുകളൊക്കെ തന്നെ ഗതാഗത കുരുക്കിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ആകെ പ്രശ്നമാണ് റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വെറും ബ്ലോക്കാണ്. ഇവിടെ ഒന്നും ചെയ്യാനുള്ള ഒരു ഇതില്ല, വെറും ബ്ലോക്കാണ്. എന്നും ഇവിടെ ഈ ബ്ലോക്കാണ്. നമ്മുടെ ട്രിപ്പുകളൊക്കെ കട്ടാവുകയാണ്. റോഡ് പറ്റ മോശമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നതാണ് ഈ യാത്രക്കാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം ഈ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഒരു 10 മിനിറ്റ് മാത്രം സാധാരണഗതിയിൽ മതി. പക്ഷേ ഇപ്പോൾ ഇതിൽ സഞ്ചരിക്കണമെങ്കിൽ അരമണിക്കൂർ ദൂരം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വയലത്തൂരിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 4 വർഷം മുൻപ് 6 കോടിയോളം രൂപ ഈ റോഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പേപ്പറിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു ഭാഗം, വലിയ ഗതാഗത കുരുക്കും ഒക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉയർത്തുന്ന പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.